ഇനി നമുക്ക് കല്യാണ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. മലബാർ ഏരിയയിലൊക്കെ കിട്ടുന്ന വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള കഷ്ണങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിവിടെ വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, സവോള, തക്കാളി, വെണ്ടയ്ക്ക ഇത്രയും കഷ്ണങ്ങൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ വെണ്ടയ്ക്കയും തക്കാളി ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ബാക്കി എല്ലാ പച്ചക്കറിയും ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിക്ക് അനുസരിച്ചിട്ട് വാളംപുളി പിഴിഞ്ഞു കൊടുക്കുക. അതും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഒരു നുള്ളു ഉലുവ, 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങ തണിഞ്ഞതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് പച്ചമണം മാറിയാൽ മതി. അതിന് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സാമ്പാർ പരിപ്പ് വേവിച്ചതാണ്. അത് ഓൾറെഡി ഞാൻ ഒരു കപ്പ് നേരത്തെ നന്നായിട്ട് ഒരു 3 വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. പുളി ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഫൈനലായിട്ട് നമുക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില അത് ചേർത്തിട്ടൊന്ന് താളിച്ചും കൂടെ ഒഴിച്ചാൽ നല്ല കിഡിലൻ ടേസ്റ്റുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കണേ.